വയലാർ തിരുനാഗംകുളങ്ങര മഹാദേവ ക്ഷേത്രത്തിലെ ആയില്യ മഹോത്സവം ബുധനാഴ്ച ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. പ്രസിദ്ധമായ വയലാർ തിരുനാഗംകുളങ്ങര മഹാദേവ ക്ഷേത്രത്തിലെ ആയില്യം ഉത്സവത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. ബുധനാഴ്ച രാവിലെ 4 മുതൽ ദർശനം ആരംഭിക്കും. പകൽ 1-ന് വലിയധാര, തുടർന്ന് വടക്കേക്കോവിൽ തളിച്ചുകുട. വൈകുന്നേരം 5 മുതൽ ദർശനം. 7:30-ന് ചുറ്റ് നൂറുമ്പാൽ തളിച്ചുകുട ആയില്യം പൂജ. ക്ഷേത്രത്തിന് ചുറ്റും വിപുലമായ പന്തൽ ഉൾപ്പെടെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ദേവസ്വം പ്രസിഡന്റ് എസ് ശശികുമാറും സെക്രട്ടറി GK മധുകുമാറും പറഞ്ഞു. ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് രാവിലെ 4 മണി മുതൽ തന്നെ ക്ഷേത്ര ദർശനത്തിനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതും ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് എത്തിച്ചേരുന്നതിന് ആവശ്യമായ വാഹന ഗതാഗത സൗകര്യം KSRTCയുമായും പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സുമായി ബന്ധപ്പെട്ട് അതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ചേർത്തലയിൽ നിന്നും 5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ വയലാർ നാഗംകുളങ്ങര കവലയിലെത്താം. അതേപോലെ തന്നെ NH 66 വയലാർ ജംഗ്ഷനിൽ നിന്നും 2 കിലോമീറ്റർ കിഴക്കോട്ട് വന്നാൽ നാഗംകുളങ്ങര കവലയിലെത്താം. നാഗംകുളങ്ങര കവലയിൽ നിന്നും ഏകദേശം 100 മീറ്റർ മാത്രം കിഴക്കോട്ട് മാറിയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് വെയിലോ മഴയോ മറ്റു ബുദ്ധിമുട്ടുകളില്ലാതെ ദർശനം നടത്തുന്നതിന് വേണ്ടി ആവശ്യമായ പന്തലുകൾ ക്ഷേത്രത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. നിരവധി പ്രധാനപ്പെട്ട വഴിപാടുകൾ നമ്മുടെ നാഗേക്ഷിയമ്മയുടെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളെന്ന് പറയുന്നത് പട്ടും മഞ്ഞൾ സമർപ്പണം, ആയില്യം പൂജ, നൂറുമ്പാൽ തളിച്ചുകൊട, മഞ്ഞൾ ചാർത്ത്, അഷ്ടനാഗ പൂജ, നടക്കി നൂറുമ്പാൽ, ചുറ്റും നൂറുമ്പാൽ തുടങ്ങിയ വഴിപാടുകളാണ് നാഗയക്ഷിയമ്മയുടെ ആയി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട വഴിപാടുകൾ. അതേപോലെ തന്നെ മഹാദേവൻ്റെ വഴിപാടായ വലിയധാര, പറകൽ വിളക്ക്, നെയ്വിളക്ക്, കൂട്ടുപായസം തുടങ്ങിയ നിവേദ്യ വഴിപാടുകൾ, പുഷ്പാഞ്ജലി, ത്രിമധുരം ഇങ്ങനെയുള്ള വഴിപാടുകളും ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾക്ക് നടത്തിയെടുക്കാൻ സാധിക്കും. കുടിവെള്ള വിതരണം, പ്രത്യേക വഴിപാട് കൗണ്ടറുകൾ, മഞ്ഞൾപ്പറ നിറയ്ക്കാനുള്ള സൗകര്യം, വാഹന പാർക്കിംഗ്, പോലീസ് സേവനം, പ്രത്യേക ബസ് സർവീസ്, ആരോഗ്യവകുപ്പിന്റെ സേവനം എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. നിവേദ്യ വഴിപാടുകളായ അതിമധുര പായസവും അപ്പവും പ്രത്യേകം തയ്യാറാക്കിയ ടിന്നുകളിലും പാക്കറ്റുകളിലും നൽകും. പ്രധാന വഴിപാടുകളായ പട്ടും മഞ്ഞൾ സമർപ്പണം, ആയില്യം പൂജ, നൂറുമ്പാൽ തളിച്ചുകുട, അഷ്ടനാഗപൂജ, വലിയധാര, ചുറ്റും നൂറുമ്പാൽ തുടങ്ങിയ വഴിപാടുകൾ നടത്താൻ പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും അവർ പറഞ്ഞു.